6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നൂർജഹാൻ എനിക്ക് ഒരു ജോഡി മയിൽപ്പീലി മുടിപ്പിന്നുകൾ നൽകുന്നത്. നൂർജഹാൻ എൻ്റെ കൂട്ടുകാരിയൊന്നുമല്ലായിരുന്നു. അവൾ പിറകിലെ ബെഞ്ചിലാണ് ഇരിക്കാറുള്ളത്, ഞങ്ങൾ മുന്നിലെ ബെഞ്ചിലും. ഞാനും ഉഷയും ധന്യയുമൊക്കെ ചെറിയ പാവാട ഇടുന്നവരാണ്. പിറകിലെ പെൺകുട്ടികൾ വലിയ പാവാട ഇടുന്നവരും നീളത്തിലുള്ള ഷാള് തലയിലൂടെ ചുറ്റുന്നവരുമാണ്. അതുകൊണ്ടായിരിക്കും അവരെപ്പോഴും പിറകിലിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നി. ക്ലാസ്സിലെത്തിയാൽ ഞങ്ങൾ അവരോടോ അവർ ഞങ്ങളോടോ മിണ്ടാറില്ല. PT-ക്കുള്ള സമയമാകുമ്പോൾ പോലും വലിയ പാവാടക്കാരികൾ അനങ്ങാതെ അവിടെ തന്നെ ഇരിക്കുകയേയുള്ളൂ. അവരുടെ നേരെ അപ്പുറത്തിരിക്കുന്ന ചില ചെക്കന്മാരും അങ്ങനെ തന്നെയാണ്. ഒരിക്കൽ PT മാഷ് ക്ലാസ്സിൽ വന്ന് ഗ്രൗണ്ടിലേക്ക് പോകാൻ വിസിലൂതി. ഞങ്ങൾ വരിവരിയായി ഗ്രൗണ്ടിലേക്ക് നടന്നു. വലിയ പാവാടക്കാരികൾ കുണുങ്ങി ചിരിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. ഞാൻ ഇക്കാര്യം മാഷോട് പറയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ബബിതയാണ് പറഞ്ഞത് അവരൊക്കെ പെണ്ണായവരാണെന്ന്. ഞാനും പെണ്ണല്ലേ എന്ന് ചോദിച്ചപ്പോൾ ബബിത നാണിച്ചു നിന്ന് എൻ്റെ കൈത്തണ്ടയിൽ നുള്ളി. എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നീട് ഒരിക്കൽ എനിക്ക് പനി വന്ന ദിവസം ഗ്രൗണ്ടിലേക്ക് വരേണ്ടതില്ലെന്ന് PT മാഷ് പറഞ്ഞപ്പോൾ ഞാൻ ക്ലാസ്സിൽ തന്നെ ഇരുന്നു. അപ്പുറത്തോ ഇപ്പുറത്തുമുള്ള ക്ലാസ്സുകളിലെ വലിയ ആൺകുട്ടികൾ ഞങ്ങളുടെ ക്ലാസ് മുറിയിലേക്ക് കയറി വന്നു. അങ്ങനെ പാടില്ലാത്തതാണ്. ഞാൻ ഡെസ്കിൽ തലവെച്ചുറങ്ങിയ പോലെ കിടന്നു. വലിയ പാവാടക്കാരികളോട് അവർ തമാശ പറയുന്നതും അടക്കിച്ചിരിക്കുന്നതും ഞാൻ കേൾക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കണമെന്ന് എനിക്ക് തോന്നിയെങ്കിലും അതൊരു മോശപ്പെട്ട സംഗതിയല്ലേ എന്നോർത്ത് ഞാൻ ഉറങ്ങിയതുപോലെ കിടന്നു. ആൺകുട്ടികൾ പോയി കഴിഞ്ഞപ്പോൾ നൂർജഹാൻ എന്നെ കുലുക്കി വിളിച്ചു. ഇന്നാ ഇജ് തിന്നോ, സമീറാൻ്റെ ആൾ കൊണ്ടുവന്നതാ. 2 മിഠായികൾ അവൾ എൻ്റെ ഉള്ളം കയ്യിൽ വെച്ച് മടക്കി. പിന്നീട് എപ്പോഴും നൂർജഹാൻ എന്നോട് കൂട്ടുകൂടാൻ വരുമായിരുന്നു. ഒരിക്കൽ നൂർജഹാൻ എന്നോടൊരു പന്തയം വെച്ചു. ചുണ്ടുകൾ കടിച്ച് ഏറ്റവും കൂടുതൽ ചുവപ്പിക്കുന്ന ആൾക്ക് പുളിയച്ചാറ്. ഇതായിരുന്നു പന്തയം. ഞാനും നൂർജഹാനും ചുണ്ടുകൾ കടിച്ചു കടിച്ച് ചുവപ്പിക്കാൻ തുടങ്ങി. നൂർജഹാന്റെ ചുണ്ട് ചെമ്പരത്തിപ്പൂ പോലെ ചുവന്നു തുടുത്തു. എൻ്റേത് വിളറി വെളുത്തു തന്നെ നിന്നു. എനിക്ക് സങ്കടം വന്നു. എൻ്റെ കണ്ണ് നിറയുന്നത് കണ്ടിട്ടാകണം പുളിയച്ചാറിനെ കുറിച്ച് അവൾ ഒന്നും ചോദിച്ചില്ല. അന്നു മുതൽ എപ്പോഴും ഞങ്ങൾ തോളിൽ കൈയിട്ട് കൂട്ടുകൂടി നടന്നു. നൂർജഹാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാറില്ല. പകരം മഞ്ഞയും ചുവപ്പും നിറത്തിലുള്ള ചെറിയ പാക്കറ്റ് ഉള്ളിയച്ചാറാണ് പതിവായി കഴിക്കുന്നത്. ഒരിക്കൽ നൂർജഹാന്റെ കൂടെ ഞാനും സ്കൂൾ ഗേറ്റ് കടന്ന് അച്ചാറ് വാങ്ങിക്കാൻ പോയി. ഇളം നീല ഷർട്ടും വെളുത്ത മുണ്ടും ഉടുത്ത ഒരാൾ നൂർജഹാനോട് എന്തൊക്കെയോ സംസാരിച്ചു. തിരിച്ചു വരുമ്പോൾ ഒരു കവറു നിറയെ അച്ചാറും മിഠായികളും വാങ്ങി നൂർജഹാന് കൊടുത്തു. ഞങ്ങൾ രണ്ടുപേരും മേയ്ക്കാൻ വിട്ട ആടുകളെപ്പോലെ സ്കൂൾ മുറ്റത്തും വരാന്തയിലും മിഠായിയും ചവച്ച് മേഞ്ഞു നടന്നു. അതങ്ങനെ ഒരു ശീലമായി മാറി. അന്നൊരു ദിവസം മിഠായിക്ക് പുറമെ ഭംഗിയുള്ള മുടിപ്പിന്നുകൾ കൂടി അയാൾ അവൾക്ക് നൽകി. അതിൽ ചുവപ്പ് മുടിപ്പിന്നുകൾ അവൾ എടുത്തു. മയിൽപ്പീലി മുടിപ്പിന്നുകൾ എനിക്കും തന്നു. ഇത് എവിടനെ നിനക്ക്? സ്കൂൾ വിട്ട് വീട്ടിലെത്തിയപ്പോൾ ഇത്താത്ത ചോദിച്ചു. സ്കൂൾ ഗേറ്റിന് പുറത്തെ പീടികയിൽ പോയി നൂർജഹാന്റെ ആള് വാങ്ങി തന്നു എന്ന് പറഞ്ഞാൽ ഉപ്പ വരുമ്പോൾ ചെമ്പരത്തി വടി എൻ്റെ കാലിൽ പതിയും. നൂർജഹാന്റെ ഉപ്പ ഗൾഫിൽ നിന്ന് വന്ന് അവള് തന്നതാ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു. പിന്നീട് എല്ലാ ദിവസവും മുടി ഭംഗിയായി ചീകി മയിൽപ്പീലി മുടിപ്പിന് കുത്തിയിട്ടാണ് ഞാൻ സ്കൂളിലേക്ക് പോകുന്നത്. സ്കൂളിലേക്ക് പോകുമ്പോൾ നൂർജഹാന്റെ ആൾ എന്നും ഗേറ്റിൽ നിൽക്കും. അന്ന് എന്നെ കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് അടുത്തു വന്നു. മിഠായിയും തന്നു. ഞാൻ സന്തോഷത്തോടെ പൊതി വാങ്ങി. നൂർജഹാന്റെ ആളാണല്ലോ, പിന്നെന്തിനാ മടിക്കുന്നത് എന്നാണ് എനിക്ക് അപ്പോൾ തോന്നിയത്. നൂർജഹാന് കിട്ടിയ ഭാഗ്യം എനിക്കെന്തേ കിട്ടാഞ്ഞത് എന്നോർത്ത് ഞാൻ സങ്കടപ്പെട്ടു. ക്ലാസ്സിലെത്തിയ ഉടനെ അവളെ കണ്ടെങ്കിലും മിഠായി പൊതി ഞാൻ കൊടുത്തില്ല. ഉച്ചയായപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. പൊരിച്ച മുട്ടയും വെണ്ടയ്ക്കാക്കറിയും കൂട്ടി ചോറുണ്ണുന്ന എന്നെ നോക്കി അവൾ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. രാവിലെ മിഠായി പൊതി കിട്ടിയ കാര്യം ഞാൻ അവളോട് പറഞ്ഞു. അവൾ എൻ്റെ ബാഗിൽ നിന്ന് അത് എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും അതുണ്ടായില്ല. എനിക്ക് അത്ഭുതം തോന്നി. ആ ഓനില്ലേ, ഓനക്ക് എന്നെയാണ് ഇഷ്ടം. നൂർജഹാന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അഴിച്ചുവച്ച ചുവന്ന മുടിപ്പിന്നുകൾ ഞാൻ അവളുടെ മുടിയിൽ കെട്ടിക്കൊടുത്തു. എനിക്കപ്പോഴും അമ്പരപ്പ് മാറിയിരുന്നില്ല. പിന്നീട് സ്കൂൾ വിട്ടു പോകുമ്പോഴെല്ലാം അയാൾ ജീപ്പ് പതിയെ ഓടിച്ച് എൻ്റെ കൂടെ വരുമായിരുന്നു. ഒരിക്കൽ എന്നോട് വണ്ടിയിൽ കയറാൻ പറഞ്ഞ് ജീപ്പ് റോഡിലൂടെ പതിയെ ഓടിച്ചു വന്നു. ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞ് തലയാട്ടി. എൻ്റെ വഴി മുടക്കി അയാൾ വണ്ടി നിർത്തി ഇറങ്ങി വന്നു. എനിക്കിഷ്ടമാണ് നിന്നെ, ഞാൻ കല്യാണം കഴിക്കുമല്ലോ, പിന്നെന്താ വണ്ടിയിൽ കയറിയാൽ? ഞാൻ ഒന്നും മിണ്ടാതെ തല കുനിച്ചു നിന്നു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മുസ്ലിയാരുടെ വീട്ടിലെ ഷെരീഫ മണവാട്ടിയായി ഒരുങ്ങി നിൽക്കുമ്പോഴാണ് കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് തേങ്ങി കരഞ്ഞത്.
അല്ലൂരിലെ പഴയ വീട്ടിൽ പാവാടയും ബ്ലൗസും ഇട്ട് തലയിൽ കെട്ടിയ മുല്ലപ്പൂമാലയുടെ മീതെ മിന്നുന്ന കസവ് തട്ടം മുടിപ്പിന്നു വെച്ച് കെട്ടിക്കൊടുക്കുമ്പോൾ കരഞ്ഞു തളർന്ന ബുഷറയുടെ ഏങ്ങലുകൾ കോണിപ്പടിക്ക് താഴെ നിൽക്കുമ്പോൾ എല്ലാവരും കേട്ടിരുന്നു. വർണ്ണക്കടലാസുകൾ അലങ്കരിച്ച മണിയറയിലേക്ക് കയറ്റുമ്പോൾ വാതിൽപ്പടിയിൽ അള്ളിപ്പിടിച്ച് അകത്തേക്കു കയറാൻ കൂട്ടാക്കാതെ കുഞ്ഞാപ്പൂവിൻ്റെ മണവാട്ടി വിങ്ങി വിങ്ങി കരഞ്ഞതും കല്യാണം കഴിച്ചതുകൊണ്ടാണല്ലോ. അനക്കിഷ്ടല്ലേ എന്നെ, പിന്നെ എന്തിനെ കരയണു? എൻ്റെ അടുത്തേക്ക് വന്ന് അയാൾ ചോദിച്ചു. അല്ലെന്ന് ഞാൻ തലയാട്ടി. എനിക്കിഷ്ടല്ല, തേങ്ങിക്കൊണ്ട് ഞാൻ പറഞ്ഞൊപ്പിച്ചു. പിന്നെ എന്തിനെ എൻ്റെ മുടിപ്പിന്നു കുത്തിക്കണ്? അയാൾ ചോദിച്ചു. മുടിപ്പിന്നുകൾ അഴിച്ച് അയാൾക്ക് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിതും വേണ്ട. ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെട്ട പക്ഷിയെപ്പോലെ ഞാൻ ഓടിപ്പോയി.